നമസ്തേ, ഞാൻ ശ്രീരേഖ. രേഖ മേനൻ ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഈ ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ടല്ലോ, അപ്പം അത് വളരെ സത്യസന്ധതയോടുകൂടി പറഞ്ഞു തരുന്നതാണ്. കാരണം എല്ലാ ടിപ്സും ഞാൻ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ഞാൻ 8ാം ക്ലാസ് മുതലേ ടിപ്സും പാക്കും മാസ്കൊക്കെ തേക്കുന്നതാണ് കേട്ടോ. അതിൽ ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്ന ടിപ്സ് എന്ന് പറയുന്നത് 5 ഐറ്റംസ് കൂടി ചേരുന്നതാണ് കേട്ടോ. ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് എള്ള്, പിന്നെ ഇരട്ടി മധുരം, മൈലാഞ്ചിപ്പൊടി, പിന്നെ നെല്ലിക്കപ്പൊടി, കൂടാതെ താമര കേസരം എന്ന് പറയും. താമരയുടെ ഉള്ളിലുള്ള ആ അല്ലി, അതിനെയാണ് താമര കേസരം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഈ 5ഉം കൂടി അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് തലയിൽ തേച്ച് പിടിപ്പിക്കാറുണ്ട് കേട്ടോ. 8ാം ക്ലാസ് മുതൽ തുടങ്ങിയ പാക്കാണത് കേട്ടോ. നമ്മുടെ പാലക്കാട്ടുള്ള മുത്തച്ഛൻ വൈദ്യനായിരുന്നു. അദ്ദേഹം 90+ വരെ വയസ്സ് വരെയും ജീവിച്ചിരുന്നു കേട്ടോ. അപ്പം അദ്ദേഹം ഞാൻ 8ൽ പഠിക്കുമ്പോൾ എനിക്ക് പറഞ്ഞു തന്നതാണ്, മുത്തച്ഛൻ പറഞ്ഞു തന്ന മരുന്നാണ് അത്. 8ാം ക്ലാസ് മുതൽ ഞാൻ തേച്ചിരുന്നു. അപ്പോൾ ആ പാക്ക് ഞാൻ ഇതിനകത്ത് എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് തേച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ് കേട്ടോ. മുടി വേഗം വളരുന്നതായിട്ട് നമുക്ക് തോന്നും കേട്ടോ. കാരണം വളരുന്നുണ്ടാവും. കൂടെ നമ്മളെ കാണുന്നവർ ചോദിക്കുകയും ചെയ്യും. ആ സമയത്തൊക്കെ ഞാനിങ്ങനെ തേച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കുട്ടികൾ ചോദിക്കും, എന്ന് രേഖയുടെ മുടി എന്നും വലുതായിക്കൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിക്കും. അപ്പൊ ഇത് 100% റിസൾട്ട് കിട്ടുന്ന ഇതാണ് കേട്ടോ. അതുപോലെ പണ്ട് തുടങ്ങിയ പാക്ക് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അത് കാരണം ഇപ്പൊ എൻ്റെ കൂടെ പഠിച്ച എൻ്റെ കൂട്ടുകാരത്തികൾ അവരെല്ലാം ഇന്നും എപ്പോഴും അത് കാണുമ്പോൾ എന്നോട് ചോദിക്കും, രേഖയുടെ മുടിക്കും വ്യത്യാസമൊന്നുമില്ലല്ലോ, എപ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിക്കും. കാരണം അവർക്ക് നല്ല മുടിയുള്ള കുട്ടികളായിരുന്നു. പക്ഷേ പിന്നീട് നോക്കുമ്പോൾ മുടിയെല്ലാം കൊഴിഞ്ഞു പോണു, നീട്ടുമില്ല, വണ്ണമില്ലാതെ മുടി വളരെ ചുരുങ്ങിപ്പോയി, ഒട്ടുമില്ലാത്ത അവസ്ഥയിലേക്കൊക്കെ വരുന്നുണ്ട്. അപ്പോഴും ഞാൻ എൻ്റെ പാക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പൊ എല്ലാവർക്കും ഇതുപോലെ ഇരുന്ന് അതിന് വേണ്ടിയിട്ട് സമയം ചിലപ്പോൾ ആയിരിക്കില്ല, ചിലപ്പോൾ ഇതിനെക്കുറിച്ച് കെയറിങ് അല്ലായിരിക്കാം, അതുകൊണ്ടിട്ടായിരിക്കാം. അപ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്നതുകൊണ്ടായിരിക്കാം മുടി കൊഴിഞ്ഞു പോകണം. ചിലവർ ഇതുപോലെ പാരമ്പര്യമായിട്ടുണ്ടാവുന്ന മുടി ഉണ്ടാവാം ധാരാളം. അത് ശ്രദ്ധിക്കാതെ വരുമ്പോൾ ആ മുടിയാണെങ്കിൽ പോകും. ഏത് മുടി നമുക്ക് ഭഗവാൻ കനിഞ്ഞു തന്നിട്ടുള്ള മുടിയാണ്. അപ്പൊ നമ്മൾ ആ സമയത്ത് ഇതിനെ മൈൻഡ് ചെയ്യാതെ നമ്മൾ എപ്പോഴും ഇങ്ങനെ ശ്രദ്ധിക്കാതെ പോകുമ്പോഴാണ് നമുക്ക് തന്നിട്ടുള്ള മുടി നഷ്ടപ്പെട്ടു പോകുന്നത്. ആരോട് ചോദിച്ചാലും ഒരുപാട് പേർക്ക് സങ്കടം പറയാനുള്ളത് മുടി ഒരുപാട് ഉണ്ടായിരുന്നു, ഇപ്പൊ എല്ലാം പോയി, അങ്ങനെയാ പറയുന്നത്. അപ്പൊ ഞാൻ പറയുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ചാല്, നമ്മള് മുടി കെയർ ചെയ്യാതിരുന്നാൽ നമുക്ക് കിട്ടുന്ന മുടി ഇല്ലാതെയാകും. അതേസമയം നമ്മൾ എന്നും മുടി കെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ മുടി പോകുന്ന അനുസരിച്ച് നമുക്ക് മുടി വളർന്നുകൊണ്ടിരിക്കും കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ ടിപ്സും പാക്കും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. ചിലവര് പറയാറുണ്ടോ, ഇനി ഇത്രയ്ക്ക് പ്രായമായില്ലേ, ഇനി എന്തെന്ന് മുടി? അങ്ങനെയില്ല കേട്ടോ. നമ്മളെ മുടി എന്ന് പറയുന്നത് നമ്മളെ ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിട്ടും ഒരു സൗന്ദര്യം കൂടിയാണ് അല്ലേ, പേഴ്സണാലിറ്റിയാണ്, ഐഡന്റിറ്റിയാണ്, ആവരണമാണ് അല്ലേ. നമ്മളെ സ്കാൽപ്പിന് ഒരു ആവരണമായിട്ടാണ് നമ്മുടെ മുടി എന്ന് പറയുന്നത്. അതിലുപരി നമുക്ക് ഭംഗിയും തരുന്നുണ്ട് അല്ലെ. മുടി എന്ന് പറയുന്നത് സൗന്ദര്യം കൂടിയാണ്. അപ്പൊ ഇതെല്ലാം നമ്മൾ കാത്തു സൂക്ഷിച്ചേ പറ്റൂ. നമ്മളുടെ ഓരോ കയ്യ്, കാല്, ത്വക്ക്, കണ്ണെന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ മുടിയെ നമ്മൾ സംരക്ഷിക്കണം കേട്ടോ. അപ്പൊ ഇങ്ങനെ സംരക്ഷിക്കാതെ പോകുമ്പോഴാണ് മുടി നമുക്ക് നഷ്ടപ്പെടുന്നത്. ഒരു ദിവസം 100-120 മുടി വരെ നമുക്ക് പോവാം കേട്ടോ. അങ്ങനെ പോകുമ്പോ ആരും വിഷമിക്കണ്ട കേട്ടോ. ആ പോയ മുടി നമുക്ക് തിരിച്ചു വരും. എങ്ങനെ തിരിച്ചു വരും? നമ്മൾ ഈ ടിപ്സായിട്ടും പാക്കായിട്ടും ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ ആ പോയ മുടിയെല്ലാം നമുക്ക് തിരിച്ചു വരും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഫോളിക്കിൾസ് എന്നാണല്ലോ പുതിയ മുടി വരുന്നത്. നമ്മൾ അതിനെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുക, സ്കാൽപ്പിനെ ഹെൽത്തി ആക്കിക്കൊണ്ടിരിക്കുക. എന്നും പറയാറുള്ള പോലെ ഹെൽത്തി ആയ സ്കാൽപ്പിലാണ് ഹെൽത്തി ആയ മുടി വളരുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ പാക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. നമ്മൾ അകത്തും ഇതുപോലെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യണം.
അതായത് ചൂട് കൂടുന്തോറും മുടി കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കും തലയിൽ. ശരീരത്തിന് ചൂട് കൂടുമ്പോൾ എന്ത് പറ്റും, അത് തലയോട്ടിലടിച്ച് ആ ചൂട് കൊണ്ട് മുടി പോകും. അപ്പൊ നമ്മള് ഉള്ളു തണുപ്പിക്കാനായിട്ടാണ് ഞാൻ ഒരുപാട് ജ്യൂസ് പറഞ്ഞിട്ടുണ്ട്. ക്യാരറ്റ് ജ്യൂസ്, കറ്റാർവാഴ ജ്യൂസ്, ബീറ്റ്റൂട്ട് ജ്യൂസ്, കുമ്പളങ്ങ ജ്യൂസ്, പൈനാപ്പിൾ ജ്യൂസ്. അത് ഓരോ വിറ്റാമിൻ സി കൂട്ടാനുള്ളതാണ് കേട്ടോ ഈ പൈനാപ്പിൾ ജ്യൂസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഓരോന്നിനും വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം എന്തെല്ലാമാണ് നമുക്ക് പ്രശ്നങ്ങൾ വരുന്നത് അതിനെ കുറിച്ചിട്ടും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഏതാണ് വീഡിയോ എന്ന് ചോദിച്ചു. അപ്പോൾ മുടി എങ്ങനെ സംരക്ഷിക്കാം എന്ന് ഉണ്ടാവും കേട്ടോ. അതുപോലെ വിറ്റാമിൻ ഡിയുടെ പ്രാധാന്യം ഇതെല്ലാം നോക്കിക്കഴിയുമ്പോൾ അതിൽ ഞാൻ ഇതുപോലെ കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കഴിക്കേണ്ടത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ എല്ലാവർക്കും നിസ്സാര കാര്യം എന്ന് പറയുന്ന സംഭവം ആയിരിക്കാം, പക്ഷെ നമ്മൾ അത് ശ്രദ്ധിക്കാതെ വരുമ്പോൾ നമുക്ക് വളരെയധികം മനോവിഷമം ഉണ്ടാവും അല്ലെ. ഒരുപാട് പേര് ഇതുപോലെ മുടി കൊഴിച്ചിലായിട്ട് വർഷങ്ങളായിട്ട് ഇരുന്നിട്ടുണ്ടാവാം. ശ്രീവിദ്യാജി ഇപ്പൊ കാണുന്നില്ലല്ലോ, എന്ത് പറ്റി? പനിയൊക്കെ മാറിയതാണല്ലോ, അപ്പൊ ഒന്നും മാറിയില്ലേ? കാണുന്നില്ല, അതുകൊണ്ടിട്ടാണ് കേട്ടോ. ഈ ശ്രീവിദ്യാജിയും എന്നോട് പറഞ്ഞു, പിന്നെ 2 വർഷത്തോളമായിട്ട് മുടി കൊഴിച്ചിലായിരുന്നു, ഇപ്പൊ ടിപ്സ് ഒക്കെ ഉപയോഗിച്ചോടുകൂടി നല്ല മാറ്റം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, നമ്മൾ ചിലപ്പോൾ അറിയാതെ പോകുന്ന കാര്യങ്ങളായിരിക്കാം. നമുക്ക് ചുറ്റുമുള്ള ആയുർവേദ ചെടികൾ ഉണ്ടാവാം, നമ്മൾ കാണുന്നുണ്ടാവാം, പക്ഷെ അതിന്റെ ഗുണങ്ങൾ നമ്മൾ അറിയാതെ നമ്മളത് വിട്ടുപോകുന്നുണ്ട്. അപ്പൊ ആ 10 പൈസ പോലും ചെലവാക്കാതെ നമുക്ക് ചുറ്റിലുമുള്ള ഈ ആയുർവേദ ചെടികൾ ഉപയോഗിച്ചിട്ട് നമുക്ക് മുടിക്ക് ഓരോ ടിപ്സും ചെയ്ത് കഴിഞ്ഞാൽ മുടി കൊഴിച്ചിൽ നിർത്താവുന്നതാണ് കേട്ടോ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഒരു പൈസ പോലും ചെലവാവാതെ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പൊ ഇത് വളരെ ഗൗരവത്തോടു കൂടി എല്ലാവരും ചെയ്യേണ്ടതാണ് കേട്ടോ. അതുപോലെ കുറച്ച് പ്രശ്നങ്ങൾ, അതായത് താരൻ, പിന്നെ വിറ്റമിൻ ഡിയുടെ കുറവ്, പൈൽസ്. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് സൂചിപ്പിക്കുന്നത് പുതിയ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അവരും ഇത് ശ്രദ്ധിക്കാം. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിക്കുക. അതിന് വേണ്ട മരുന്ന് ഉണ്ടെങ്കിൽ ഡോക്ടറോട് ചോദിച്ച് കഴിക്കാം. പിന്നെ ഞാൻ ചില ജ്യൂസൊക്കെ നേരത്തെ പറഞ്ഞ പോലെ കഴിക്കാം. നെല്ലിക്ക ജ്യൂസ് കഴിക്കാം. പിന്നെ നെല്ലിക്ക നമ്മുടെ പാക്കിൽ മിക്കവാറും ദിവസങ്ങളിൽ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കാം. ഒട്ടും സമയം കിട്ടുന്നില്ല പാക്കിങ്ങിൽ, കറ്റാർവാഴയെങ്കിലും നിങ്ങൾ തേക്കാം കേട്ടോ. കുഞ്ഞു കുട്ടികൾക്കുള്ള ഹെയർ ഫോളിനുള്ളത് ചോദിച്ചു, അപ്പോൾ അതും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, കറ്റാർവാഴയാണ് കേട്ടോ. ഒന്നില്ലെങ്കിൽ കറ്റാർവാഴ ജെല്ല് വെറുതെ തേച്ചാലും മതി കേട്ടോ. അപ്പോൾ അത് നല്ല മാറ്റം ഉണ്ടാവും. അതുപോലെ ധാരാളം വെള്ളം കുടിക്കുക. മുടി വൈകുന്നേരങ്ങളിൽ വെടുത്തി പിന്നിയിട്ട് കിടക്കുക കേട്ടോ. പിന്നിയിട്ട് കിടന്നാൽ പിറ്റേ ദിവസം നമ്മൾ നോക്കുമ്പോൾ ഹെയർ ഫോൾ കുറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നിസ്സാര കാര്യങ്ങളായിരിക്കാം. അതുപോലെ കോമ്പിങ് മസാജ് ഉണ്ട്, മുടി ഫ്രണ്ടിലേക്ക് ഇട്ടുള്ള കോമ്പിങ്. ഇതെല്ലാം വീണ്ടും വീണ്ടും പറയുന്നത് പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, ഫ്രൂട്ട്സിനൊക്കെ കുറിച്ചിട്ട്. അപ്പോൾ കാണാത്തവരാണ് അതിനെക്കുറിച്ച് ചോദിക്കുന്നത്. അപ്പോൾ വീഡിയോ പുതിയ ആൾക്കാരുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് എല്ലാം കാണണം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് എല്ലാം കാണണം. അതിൽ ഇതുപോലെ കുറേ നമുക്ക് ചുറ്റുമുള്ള മരുന്നുകൾ, പച്ചമരുന്നുകൾ വെച്ചിട്ടുള്ള പാക്കാണ് ഞാൻ കൂടുതലും പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ അത് കാണാം. ആരും തന്നെ വിഷമിക്കേണ്ട, മുടി പോയി എന്നുള്ള ഒരു വിഷമവും വേണ്ട കേട്ടോ. അപ്പൊ ധാരാളം മുടി ഉണ്ടാവും, പോകുന്ന മുടി പൊക്കോട്ടെ. പക്ഷെ ഇതുപോലെ ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിച്ച് വരുമ്പോൾ നമുക്ക് ധാരാളം മുടി ഉണ്ടാവും. പിന്നെ ഈശ്വരനെ പ്രാർത്ഥിക്കാം കേട്ടോ, ഭഗവാനെ കൂടെ കൊണ്ടു നടക്കാം. ഈശ്വര ആരാധന, ഈശ്വര പ്രാർത്ഥനയോടുകൂടി നമ്മുടെ കുറേ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ മാറും. അപ്പൊ എല്ലാത്തിനും നല്ല പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ വരും, പോസിറ്റീവായിട്ടുള്ള മൈൻഡ് വരും. ടെൻഷൻ കൂടുമ്പോൾ മുടി കൊഴിച്ചിൽ കൂടും. അപ്പൊ ടെൻഷൻ ഇല്ലാതിരിക്കുക കേട്ടോ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈശ്വരനെ വിളിക്കാൻ പറയുന്നത് കേട്ടോ. എപ്പോഴും ഈശ്വരനെ കൂടെ കൊണ്ട് നടക്കാൻ പറയുന്നത് അതുകൊണ്ടിട്ടാണ്. ഈശ്വരനിൽ അർപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷമായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടത്തി തരും കേട്ടോ. അപ്പോൾ ഇതെല്ലാമാണ് പറയാനുള്ളത്. അപ്പോൾ ഇതെല്ലാവരും ശ്രദ്ധിക്കുക. വെള്ളം ധാരാളം കുടിക്കുക. ഏറ്റവും ബെസ്റ്റ് ചെമ്പരത്തിപ്പൂ ഇട്ട വെള്ളമാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ, കുടിക്കാൻ നല്ലതാണ്
എന്താ ഹൈപ്പർ ടെൻഷനൊക്കെ മാറും, ഹൈ പ്രഷറൊക്കെ മാറും കേട്ടോ. പിന്നെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കും, മുടി കൊഴിച്ചിൽ ഇല്ലാതെയാവും. അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് ഈ ചെമ്പരത്തി. അതിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ചെമ്പരത്തിപ്പൂ ഇട്ട് തിളപ്പിച്ച വെള്ളം നമ്മൾ ഈ ദാഹശമിനിയൊക്കെ ഇട്ട് തിളപ്പിച്ച് കുടിക്കുമല്ലോ, അതിന് പകരമായിട്ട് ഇത് കുടിച്ചുകൊണ്ടിരിക്കുക. 5 പൂവ് കേട്ടോ, 1 ലിറ്റർ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കുക. അപ്പൊ ഇതൊക്കെയാണ് ഇന്ന് പറയാനുള്ളൂ കേട്ടോ. അപ്പോൾ നാളെ കാണാം. എല്ലാവർക്കും നല്ല വരട്ടെ.